സ്മൃതി, ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ സൂചനകൾ വരുന്നു. കെ.സി. വേണുഗോപാലിൻ്റെ പ്രസംഗം കേട്ടു, വി.ഡി. സതീശൻ്റെ പ്രസംഗം കേട്ടു. പി.വി. അൻവറിനെ തൊടാതെയാണ് ഇരു മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്താൻ പോകുന്നത് എന്നത് വ്യക്തമായൊരു ദിവസമാണ്. അതേസമയം പി.വി. അൻവർ തൻ്റെതായ അടവുകൾ നോക്കുന്നുണ്ട്. മോഹൻ ജോർജും രംഗത്തുണ്ട്. അടവ് നയമാണ്. അടവ് ഒരു നയമാക്കിയിരിക്കുന്നു പി.വി. അൻവർ എന്നുള്ളതാണ് ആ ചോദ്യം തന്നെ ആ രൂപത്തിൽ ഫ്രെയിം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പി.വി. അൻവറിൻ്റെ അടവുകളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അടവ് അങ്ങ് ആളിക്കത്തി ആ പ്രതിഭാസം അങ്ങ് കെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പി.സി. ജോർജിൻ്റെ അടുത്ത ആളായി, പി.സി. ജോർജിനെ പോലെ അടുത്ത ആളായി മാറുകയാണ് പി.വി. അൻവർ. ആ രൂപത്തിൽ അവസാനിക്കാനാണ് സാധ്യത. പി.സി. ജോർജ് ഇപ്പോൾ ബി.ജെ.പിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പി.സി. ജോർജിന് ആ തരത്തിൽ ബി.ജെ.പിയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ അൻവറും പ്രതികരിച്ചിട്ടുണ്ട്. അൻവർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നലെ ഒരു നെക്സസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് പിണറായി വിജയൻ, വി.ഡി. സതീശൻ, RSS നെക്സസ് ആയിരുന്നു. ഇന്നിപ്പോൾ വി.ഡിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെയാണ് പറയുന്നത്. ഇന്നലെ ആര്യടൻ ഷൗക്കത്ത് പണപ്പിരിവ് നടത്തുന്നു, ആ പണം തട്ടുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അതേ കാര്യമാണ് മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നത്. അദ്ദേഹം നവകേരള യാത്രക്കിടയിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് പണം പിടിച്ചതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പല നേതാക്കൾക്കുമെതിരായ തെളിവ് നിലമ്പൂർ അങ്ങാടിയിൽ ടി വിയിൽ കാണിക്കാൻ പോകുകയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങാടിയിൽ വെച്ച് കാണിക്കാവുന്ന എന്തൊക്കെയോ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അത് ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാനുള്ളതാണ് എന്നുമാണ് അൻവർ പറയുന്നത്. അപ്പോൾ അൻവറിൻ്റെ കയ്യിൽ ആർക്കൊക്കെയോ എതിരെയുള്ള എന്തൊക്കെയോ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇതൊരു തരം ഭീഷണിയുടെ രാഷ്ട്രീയമാണ്. ഈ ഭീഷണി ദിവസവും ഇന്ന് ഓരോ നേതാക്കളെയും അവരുടെ വ്യക്തിപരമായ ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയമായി അൻവറിന് ഗുണം ചെയ്യും? അൻവറിനെ വിശ്വസിച്ചിരുന്നവർ, അല്ലെങ്കിൽ അൻവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് കരുതുന്നവർ ഇന്ന് അങ്ങനെ കരുതുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതാണ് അൻവർ പിടിക്കുന്ന വോട്ട് എന്നുള്ളതൊക്കെ 2016-ലും 2021-ലും അൻവറിന് കിട്ടിയ വോട്ട് ഇനി അൻവറിന് കിട്ടുമോ? അത് അൻവർ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ LDF ആയാലും UDF ആയാലും അൻവറിനെ തൊടാതെ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നു. ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്നിപ്പോൾ UDFിൻ്റെ കൺവെൻഷൻ, ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച അതേ ഇടത്ത് UDF കൺവെൻഷൻ നടക്കുകയാണ്. അവിടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, UDFിലെ മുഴുവൻ നേതാക്കളും വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ വന്നിട്ടുണ്ട്. വരാത്ത നേതാക്കളുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം പലരും ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ 263 ബൂത്തിൽ ഒറ്റ ദിവസം കൺവെൻഷൻ നടത്തി കൊണ്ടാണ് അവർ ചരിത്രം സൃഷ്ടിച്ചത്. അപ്പോൾ അത് തന്നെ ഒരു നേരത്തെ തന്നെയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നിലമ്പൂരിൽ UDFിനെ സംബന്ധിച്ച് ആ തയ്യാറെടുപ്പ് വളരെ നേരത്തെ നടന്നിരുന്നു. നേരത്തെ VS ജോയ് എന്ന പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഈ അൻവർ ചൂണ്ടിക്കാണിച്ചെങ്കിലും VS ജോയുടെ DCC അധ്യക്ഷനാണല്ലോ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷൻ എന്ന പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം കമ്മിറ്റികളൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേക ചുമതലകൾ ഓരോരുത്തരും കൊടുത്ത് കൃത്യമായി പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുടരാൻ മുതിർന്ന നേതാക്കൾ എത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ലീഗിൽ പാണക്കാട് തങ്ങളെ വിളിച്ച് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്നൊരു വിഷയം, അത് നേരത്തെ അഷ്കർ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് ലീഗിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണം. നമുക്കറിയാം, സാദിഖ് അലി തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുത്തെ രാജാവിൻ്റെ ക്ഷണം ലഭിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം 13-ാം തീയതി എത്തുകയാണ്. എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുമെന്നുള്ളതാണ്. പിന്നെയുള്ളത് മുനവർ അലി തങ്ങളാണ്. അദ്ദേഹം ദുബായിൽ പോയിരിക്കുകയാണ്. അബ്ബാസ് അലി തങ്ങളെ വിളിക്കാൻ യഥാർത്ഥത്തിൽ ഇവർ വിട്ടുപോയി, സത്യമാണത്. വിട്ടുപോയി എന്നുള്ളിടത്ത് അദ്ദേഹം അപ്പോഴേക്കും വേറൊരു പരിപാടി ഏറ്റു, അതിന് പോവുകയും ചെയ്തു. അത് ഈ രൂപത്തിൽ വാർത്തയാകുമെന്നുള്ള ആലോചന നടത്താൻ അവർക്ക് കഴിയാതെ പോയി. കാരണം എന്തുകൊണ്ടാണ്? ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ആര്യാടൻ കുടുംബവുമായി പാണക്കാട് തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്നും നേരത്തെ അറിയാവുന്നതാണ്. പാണക്കാട് കുടുംബത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും നടത്തിയ പ്രതികരണങ്ങൾ, അതൊക്കെയാണല്ലോ ഇപ്പോഴും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ CPM അത് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിലൊരു കൃത്യമായ ആലോചനയോ ശ്രദ്ധയോ ഇല്ലാതെ പോയി ലീഗിന് എന്നുള്ളൊരു പ്രശ്നമാണ്. UDFിന് തന്നെ ആ ശ്രദ്ധയില്ലാതെ പോയി. തങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു ശ്രദ്ധയില്ലാതെ പോയി എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് BJPയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിടത്തു നിന്നും രാഷ്ട്രീയ മത്സരത്തിലേക്ക് അവരും എത്തുകയാണ്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് പോകുമ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു ആ പരിപാടിയിൽ. പക്ഷേ അതിലൊരു രാഷ്ട്രീയ കൗതുകമുള്ളത്, രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു, രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നും പറയുന്നില്ല, വർഗീയതയല്ല വികസനമാണ് വോട്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അവിടെ തന്നെ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു തൻ്റെ അച്ഛൻ നടത്തിയ പ്രസംഗം അത് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗം, അതായത് മുസ്ലിം ന്യൂനപക്ഷം അവിടെ കൂടുതലുള്ളതുകൊണ്ട് അവിടുത്തെ ഈഴവർക്ക് ശ്വാസം മുട്ടുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ വോട്ടാവും, അത് തിരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ക്രൈസ്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, അതായത് ക്രൈസ്തവരും ശ്വാസം മുട്ടുകയാണ് ഈഴവർക്കൊപ്പം എന്ന രൂപത്തിൽ വർഗീയ പ്രതികരണം വീണ്ടും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ BJPയെ സംബന്ധിച്ച് വികസനമാണോ വർഗീയതയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. രണ്ട് നേതാക്കൾ രണ്ട് രൂപത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് പ്രതികരിക്കേണ്ട സമയമായില്ലേ? വെള്ളാപ്പള്ളിയുടെ അന്നത്തെ പ്രസംഗം, ആ പ്രസംഗത്തിന് ശേഷം വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാമോ എന്നുള്ള ചർച്ച നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്ന അഭിപ്രായമാണ് നമ്മൾ ഭൂരിപക്ഷവും പങ്കുവെച്ചത്. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുക മാത്രമല്ല, കുമാരനാശേക്കാൾ അദ്ദേഹം ഈ കാര്യത്തിൽ കഴിവുള്ളതാണ്, ആ പദവിയിൽ ഇരിക്കുന്നതിൽ കഴിവുള്ള ആളാണെന്ന് അദ്ദേഹം പ്രകീർത്തിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഈ കാര്യങ്ങൾ അത് ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് അന്ന് മുഖ്യമന്ത്രി ഒരു ശക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് അന്ന് തന്നെ ഉയർന്ന വിമർശനമാണ്. മാത്രമല്ല ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയ നിലപാടുകളിൽ വർഗീയ പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകുന്ന സ്വരാജ് പ്രതികരിക്കേണ്ട, സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ട സമയമാണ്. ഇക്കാര്യത്തിൽ ഒരു നിലപാട്, ഈ പറഞ്ഞ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തിനോട് ഒരു ശക്തമായ മറുപടി CPM നിന്നും ഉണ്ടാവേണ്ടതാണ്. UDF ഉറപ്പായിട്ടും പറയുന്നതാണ്. CPM നിന്നും ഉണ്ടാവണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതിൽ ഈ സ്ഥാനാർത്ഥി തന്നെ, കാരണം നിലമ്പൂരിലേക്ക് വരികയാണ്, നിലമ്പൂരുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി അതിൽ ശക്തമായൊരു മറുപടി നൽകേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അപ്പോൾ അൻവർ എന്ന പ്രതിഭാസം ഇവിടെ അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൻവർ UDFനെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗ് ഇപ്പോൾ അവിടെ കൃത്യമായ പ്രവർത്തനം നടത്തും. കാരണം ഞങ്ങളുടെ ഒരു കുറവ് കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം വരരുത് എന്ന ലീഗിന് ബോധപൂർവമായ തീരുമാനമുണ്ട്. അപ്പോൾ അവർ ആ തരത്തിൽ ബൂത്ത് തലത്തിലൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ചിലരെ കൊണ്ട് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കിട്ടിയത് പ്രകാരം ലീഗ് പറയുന്നത് 7000 മുതൽ 10000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്ന അവരുടെ കണക്കുകൂട്ടൽ അതാണ്. അപ്പോൾ ഇപ്പോൾ അൻവർ എന്ന ആളെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന ആലോചനയിൽ നിന്നും അൻവറിനെ കൂട്ടാതിരുന്നത് നന്നായി എന്ന രൂപത്തിലേക്ക് UDF മാറിയിരിക്കുന്നു. കാരണം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ രീതിയിൽ ഭീഷണി പ്രതികരണങ്ങളുമായി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റാലിയിലും ഇന്ന് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം ആം ആദ്മി പാർട്ടി അദ്ദേഹത്തിനോട് കൂടി എന്ന് പറയുന്നു. പക്ഷേ ഈ ആവേശം എന്നുള്ളത് എങ്ങനെ കിട്ടിയ ആവേശമാണ് എന്നുള്ള കാര്യം, നമുക്ക് ആവേശം വില കൊടുത്ത് കിട്ടാവുന്ന ആവേശത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. മുമ്പും അൻവറിൻ്റെ വില കൊടുത്തുള്ള ആവേശം നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതും വില കൊടുത്തുള്ള ആവേശമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അദ്ദേഹം ഒരു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഉണ്ടാക്കുന്നു. എന്താണ് ആ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ദൗത്യം? ആളുകളെ വ്യക്തിയാധിക്ഷേപം നടത്തലാണോ? ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം ഏത് പക്ഷത്തു നിന്നുകൊണ്ടാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്? ആരുടെ പ്രതിപക്ഷമാണ്? ഭരണപക്ഷത്തിൻ്റെയാണോ അതോ നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെയാണോ? എന്തിനെയാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്? ഈ ദിവസങ്ങളിൽ അദ്ദേഹം മറുപടി നൽകേണ്ടത്. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ ഇനിയും തുടരുമായിരിക്കും. അദ്ദേഹം TMCയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ TMCയുടെ ചിഹ്നം കിട്ടിയിട്ടില്ല, എന്തോ സാങ്കേതികത്വം ഉണ്ടെന്ന് പറയുന്നു. ദീദി വരുമെന്നൊക്കെയാണ് പറയുന്നത്. മമതാ ബാനർജി എന്നും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രചാരണത്തിൽ വരാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹം ഈ തരത്തിലുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തന്നെ അടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടവാണ് ഇപ്പോൾ പ്രധാനമായും നിലമ്പൂരിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യം. കാരണം അതൊരു രാഷ്ട്രീയ ശരികേടാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ മറ്റ് രണ്ട് മുന്നണികളും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. നല്ല കാര്യം. Meet the editors.